വെലങ്ങാട് ഉണ്ടായ ദുരന്തത്തിൻ്റെ വ്യാപ്തി പലതവണ പല കുറിയായി പല അവസരങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. 5 മന്ത്രിമാർ അവിടെ വന്നതാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ വന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട കാര്യം ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്നുള്ള ഉറപ്പും വാക്കും പലതവണ പറയപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ 100-ലധികം വീടുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ വാസയോഗ്യമല്ലാതായിരിക്കുന്ന വെലങ്ങാട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഈ സന്ദർശനങ്ങൾക്കപ്പുറത്തേക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പലതും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടുത്തെ ജനങ്ങളും എന്താണ് അവരുടെ കാര്യത്തിലൊരു നടപടി, അടിയന്തര സഹായം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. മാത്യു മാഷിന്റെ കുടുംബത്തിന് ഒരു സഹായധനവും ഇതുവരെ പ്രഖ്യാപിച്ചതായിട്ട് അറിവില്ല. അതുപോലെ തന്നെ അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ടെമ്പററി സഹായവും സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ ചെന്നിട്ടില്ല. പഞ്ചായത്തും MLA എന്നുള്ള നിലക്കും MP എന്നുള്ള നിലക്ക് ഞങ്ങൾ അവിടുത്തെ പ്രാദേശികമായിട്ട് ജനങ്ങളുടെ സഹായത്തോടെ അവർക്ക് തൽക്കാലം ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ സഭയും ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന്, അതുപോലെ തന്നെ തങ്ങളും കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അവരൊക്കെ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം വയനാടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് പോലെ കൃത്യമായിട്ടുള്ളൊരു അടിയന്തര സഹായവും ഒരു പാക്കേജും ഒക്കെ പ്രഖ്യാപിക്കേണ്ട സമയം വെലങ്ങാടും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. വടകര കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിട്ടാണ് വെലങ്ങാട് നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനും എത്തുന്ന നടപടികൾ, ഇനി പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ സഹായിക്കുമെന്നുള്ള വാക്കുകളോ അല്ല വേണ്ട, നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുന്നു. ഇനി അത് ഒട്ടും വൈകിക്കൂടാ. അവിടെ ജനങ്ങൾ ആകെ ആശങ്കയിലാണ്. എവിടെ ക്യാമ്പുകൾ അവസാനിപ്പിച്ചു, പലരും ദൂര സ്ഥലങ്ങളിൽ പോയിരിക്കുകയാണ്. താൽക്കാലികമായി താമസിക്കുന്നവർക്ക് മാസവാടക ഇനത്തിൽ ഇതുവരെ ഒന്നും പ്രഖ്യാപിച്ചതായിട്ടോ ഒന്നും കൊടുത്തതായിട്ടോ അറിവില്ല. താമസിക്കാൻ സ്ഥലം കണ്ടെത്താൻ കഴിയാതെ കുറേ ആളുകൾ പ്രയാസത്തിലാണ്. അപ്പോൾ അവിടെ അനുഭവപ്പെട്ട പല പ്രയാസങ്ങളും അതേപടി നിലനിൽക്കുകയാണ്. ആളുകൾ സ്വന്തം നിലക്കും ജനങ്ങളുടെ സഹായത്തോടെയും അതിജീവിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ എഫക്റ്റീവായി വെലങ്ങാടിൻ്റെ കാര്യത്തിൽ ഇടപെടണം. ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും പറയുന്നു. ഇപ്പം കോഴിക്കോട് ജില്ലയാണ്, പക്ഷെ നമുക്കറിയാം വെലങ്ങാട് വടകര കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൻ്റെ വ്യാപ്തി അവിടെ ചെന്നാലേ കണ്ടറിയാൻ പറ്റുള്ളൂ. ആ വ്യാപ്തിയിൽ ആവശ്യമായ ഇടപെടലുകൾ എല്ലാവരും ഉറപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 20 വീട് കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത് നമ്മളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതെവിടെ കൊടുക്കണം, സ്ഥലം ഏറ്റെടുപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എവിടെയാണത് കൊടുക്കേണ്ടത്, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെ, തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തത നിലനിൽക്കുകയാണ്. അപ്പം വെലങ്ങാടിന് അടിയന്തരമായ എല്ലാ തരത്തിലുള്ള പരിഗണനകൾ വാക്കിലല്ല പ്രവൃത്തിയിൽ വേണം. അതിൻ്റെ വാഗ്ദാനങ്ങളിലല്ല നടപടികളിൽ വേണം എന്ന് ജനപ്രതിനിധി നിലക്ക് ആവശ്യപ്പെടുന്നു.